ഇപ്പോൾ താവിട്ടോ അടച്ചണതാ പോണ അടിയേക്ക്. അപ്പോൾ ചെറിയൊരു യാത്ര പോവാണ്. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉള്ളത് കടലുണ്ടിപ്പുഴയിലാണ്. പുലിപ്പുറം കടവ് എന്നാണ് ഇപ്പോൾ നമ്മൾ തോണിയിൽ കയറിയത്. കൂടുതലുള്ള ആൾക്കാരിതാ, നമ്മളെ ഡ്രൈവർ പൈതൽ എന്നാണ് ഇയാളെ പേര്. ഇത് ആഫി. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഒരു ചെറിയൊരു ദ്വീപാണ്. ദ്വീപ് പോലെ ഒരു തുരുത്താണ്. ഇതിന് ചുറ്റുഭാഗത്തു കൂടിയും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പുഴൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ പോയിട്ട് ഇതിനെങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇതിലൂടെ തിരിച്ചു വരാനാണ് പ്ലാന്. ഞാൻ കുറേ നേരം ഇതിനെ നടുക്ക് ഇരുന്ന് നോക്കി. തോണിക്ക് ഭയങ്കര ആട്ടം. അവസാനം ഞാനിതിൻ്റെ നടുക്ക് ഇറങ്ങി ഇങ്ങനെ ഇരുന്ന്. ഇപ്പോഴാണ് ഇത്തിരി ധൈര്യം കിട്ടിയത്. ഇവരൊക്കെ ഈ പുഴൻ്റെ ചുറ്റുവട്ടത്ത് ജീവിച്ച ആൾക്കാരായതുകൊണ്ട് തോണി തുഴയാനും നീന്തലും ഒക്കെ നല്ലോണം വശമുണ്ട്. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് ഇങ്ങനെ ഇരുന്നെടുത്താൽ മതി. പൈതലാണ് ഈ ഏരിയയിലെ ഏറ്റവും വലിയ മീൻ പിടുത്തക്കാരന്. ഇപ്പോൾ മീൻ കിട്ടൂല എന്നാണ് പറഞ്ഞത്. വെള്ളം കലങ്ങിയതുകൊണ്ട് മീനില്ല. അല്ലെങ്കിൽ നമുക്കൊരു ചൂണ്ടൊക്കെ എടുത്ത് ഇറങ്ങായിരുന്നു. രാജാവിനെ പോലെ രാജകീയമായിട്ട് ഇരിക്കണം. ഇങ്ങോട്ട് പാലൊന്നുമില്ല കേട്ടോ ഈ ദ്വീപിക്ക് വരാൻ. തൂണിനെ ആശ്രയമുള്ളൂ. ഇത് ഒരുപാട് പുഴ കൊണ്ടുപോയിലാണ് ഈ സ്ഥലം. ഇതിൽ കുറേ തെങ്ങുണ്ട്. ഇതിന് കാര്യമായിട്ട് തേങ്ങ കിട്ടും. ഇതിനുള്ളിൽ എന്തെങ്കിലും കാണാൻ? ഇതിൽ ഇറങ്ങി വെക്കില്ല വെറുതെ. ഞങ്ങൾ ഈ തുരുത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. പാമ്പൊന്നും ഇല്ലേക്കും. ചളിൻ്റെ അതിൽ തിരിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ ഞണ്ടുകൾ പോകണ്ടേക്ക്. തുരുത്ത് ഒരു തെങ്ങും തോപ്പായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നാമത് എന്നിട്ട് വരാൻ എന്താണ് വഴിയില്ല. നല്ല ഫ്രെയിമുണ്ട് കാണാൻ. വെറുതെ ഒന്ന് സൈഡാക്കി ഇതിനുള്ളിൽ കയറിയതായിരുന്നേ. തുരുത്തിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട. ഏതായാലും മഴ ഇങ്ങനെ പെയ്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മഴ ചാറാൻ തുടങ്ങി. ഭംഗിയാ, ഞാൻ ചെയ്യണം. അപ്പം അമ്പത് കാലത്ത് ഇതിനുള്ളിൽ ആൾക്കാരുണ്ടപ്പോൾ. ഇതിപ്പോൾ എന്താ ഞണ്ടിനുള്ള ഇതൊക്കെ ഓരോന്നോരോന്നാണ്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളായി നമ്മൾ തോയാൻ തുടങ്ങിയിട്ടത്. അപ്പോഴാണ് നമ്മൾ അറ്റം കണ്ടത്. ഇത് കണ്ട ഇനി നമുക്ക് ഇതിലൂടെ ഇങ്ങനെ തിരിച്ചിട്ട് അങ്ങേപ്പുറം പോകണം. അതായത് ഈ തുരുത്തിനെ നമ്മൾ റൗണ്ട് അടിച്ചിട്ട് പോകുന്ന വഴിയിട്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ പോകണം. പെരുമഴ പെയ്യുന്നുണ്ട് കേട്ടോ. പെരുമഴ അവിടെയൊക്കെ ഇങ്ങനെ വെള്ള കളറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മഴ എത്തും. ആഹാ, ഞങ്ങൾ ഇക്കരെത്തിയ ഈ പുളിയിലെത്തി. ഇനിയൊരു 1.5 പോക്കായിരിക്കും തോണി. ബാക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ വൈറ്റ് കളർ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ മൂടി ആ സൈഡിലൊക്കെ. എന്താ രസം. ബാക്ക് നോക്കിയാൽ ഇതൊക്കെയാണ് മക്കളെ കാഴ്ച. ബാക്കൊക്കെ നോക്കിയാൽ മഴ പെയ്യുമ്പോഴുള്ള രസം. പൊളി സീനറി. മഴത്തുള്ളിയായി സ്ട്രോങ് ആയിടാ. നല്ല സ്ട്രോങ് ആയി. ഇതിനുള്ളിൽ കിട്ടും. നോക്കിയാൽ ഇതിനുള്ളിൽ കിട്ടാൻ നമുക്ക് നനേണ്ടി വരില്ല. ഞങ്ങൾ തൽക്കാലം ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ മഴ കൊള്ളാതിരിക്കാൻ പറ്റും. എന്നാലും പെരുമഴ ആയിരിക്കും പൊട്ട. എന്താ രസം. ഇവിടെ നിന്ന് ഹലാക്കിൻ്റെ തുള്ളി വെച്ചിട്ടുണ്ട്. പോയി നോക്കിയാ ചിലപ്പോൾ രസം ഉണ്ടാവും. എന്തൊരാശ്വാസം. പോട്ടെ. മഴ വല്ലാണ്ട് സ്ട്രോങ് ആയപ്പോൾ ഞങ്ങളത് അതിനുള്ളിൽ കയറ്റിയിട്ട് തോന്നി. കാരണം നല്ല മഴ ഉണ്ട്. കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കുക. ഇവിടുന്ന് കുറഞ്ഞില്ലാന്ന് കണ്ടാൽ ഈ മഴ കൊണ്ടുകാണ്ട് അങ്ങനെ പോകും. അപ്പോൾ ഇതിലിരിക്കണില്ലേ ഏതാ ഇരുത്തം. മഴ ഇപ്പോൾ ചൂരെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണം. എവിടെ ചൂരണത്? പെരുമഴ പെയ്യണതാ. ആഫിയ എന്താ വേണ്ടി? പെരുമഴ പെയ്യാണ്. പെരുമഴ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മഴ. അപ്പോൾ അവിടെ നിന്നാലേ ഇരുട്ടാവും. ഞങ്ങൾ ഏതായാലും പോയി മഴത്ത് തുഴഞ്ഞങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. ഈ അരി അടുപ്പിച്ചാൽ പോകണം. നടുക്കൊന്നും പോകണില്ല പുഴൻ്റെ. അവൻ്റെ പൊന്നെ ഒരു 1.5 മഴയാണ്. എനിക്കിവിടെ ഇരുന്നിട്ട് ഇതാണ് പണി. തോണിയിൽ വെള്ളം ഇങ്ങനെ നിറയുന്നുണ്ട്. ഞാനൊക്കെ ഇങ്ങനെ എടുത്ത് ഒഴിവാക്കാം. എങ്ങനെ പോണടാ? അവൻ്റെ അമ്മ ഓരോ തുള്ളിൻ്റെ ഒക്കെ വലിപ്പം നോക്കിയാ നല്ല വലിയ തുള്ളിയാണ് വെച്ചിട്ടുണ്ട്. ഇമ്മൊക്കെ പോകണ്ട്. പിടിച്ചോട്ടാ. ഇത് താന്നാൾ അതാണല്ലേ.
അയ്യോ ഞാൻ നോക്കണല്ലോ. ജമ്മൂ പൊലമ്മതാ. ആപ്പിന്റെ ഫോണ് മിക്കവാറും കേടുവരും. ആപ്പിയ ഐഫോണൊക്കെ വെള്ളത്തിലായി. ഇതിന്റെ അടി കൂടെ പോയാൽ മതിയോ? അവിടെ എന്തോ ഉണ്ടല്ലോടാ ആ ഭാഗത്ത് പാറ തെങ്ങോ. ഇത് കണ്ട തോണിയിൽ വെള്ളം വരണേ. ഇഞ്ഞ് കയറിയിട്ട് കാര്യമില്ല. നമ്മൾ നനയില്ലേ. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുതിയ വീടാണോന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ 2 വീട് അപ്പോൾ ഇതിനുള്ളിൽ കണ്ടില്ല. പിന്നെ നമുക്ക് ക്രോസ് ചെയ്യണ്ട. എത്ര പണിയുണ്ട് അല്ലേ? വണ്ടിയെ ഡ്രൈവർ തിരിഞ്ഞിരുന്ന് കാണ്ട് ഇപ്പോൾ 2 ആൾക്കാർക്ക് തുടങ്ങി മേലെ എത്തിക്കാനുള്ള പരിപാടിയാണ്. സ്പീഡ് കൂടി പോകാം. ഇതിപ്പോൾ കൊലം നടുക്കാണല്ലോ പോകുന്നുണ്ട്. അങ്ങോട്ടന്നെ പോട്ടെ. നമുക്ക് ആ ഒരു അടുപ്പിച്ച് തന്നെ പോകണം. ഇത് കണ്ടതിൽ വെള്ളം പറഞ്ഞേ. ഞാൻ ഫുള്ള് വെള്ളത്തിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോയ അത്രയും കൂടി ദൂരം ഇല്ല, പോകുന്നില്ല കേട്ടോ. കാരണം അത്രയും ഫാസ്റ്റിലേ വന്ന്. അപ്പോൾ ഒന്നാമത് വെള്ളത്തിന് ഒഴുക്ക് അങ്ങോട്ടാണ്. അപ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് തോണി നല്ല സ്പീഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ തുരുത്തിൻ്റെ അങ്ങേ തലക്കിൽ ഏകദേശം എത്താനായി. അവിടെ ആ തലക്കെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ അപ്പുറത്തു കൂടെയാണ് കയറിപ്പോയത്. ഇപ്പോൾ ഈ തുരുത്തിൻ്റെ ഏകദേശം അറ്റത്തെത്താനായി. ഏകദേശം നമ്മൾ ഈ തുരുത്തിൻ്റെ അറ്റത്തെത്തിട്ടോ. നമ്മൾ നേരത്തെ പോയ ഭാഗമാണ് ഈ കാണുന്നത്. വെള്ളം കയറിയണോ? ഒന്നുമില്ല. എങ്ങനെ എന്ത് ചെയ്താലും ഞാനാട്ടോ ഡ്രൈവർ. ഈ ബാക്കിൽ കാണാണ് തുരുത്ത്. ആ ദ്വീപിനെ നമ്മൾ ചുറ്റിയിട്ടാണ് ഇപ്പോൾ വന്നത്. തുഴയാനൊക്കെ അറിയാം നമുക്ക്. ഇവിടെ നിന്നാണ് ഞങ്ങൾ തുടക്കത്ത്. അവിടെ തന്നെ അവസാനിച്ചു. ഈ കോലത്തിലായിരുന്നു ഞാൻ ഇതുവരെ ഇരുന്നത്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ അവസാനിപ്പിച്ച് പെരുമഴത്തുള്ള യാത്രയായിരുന്നു. അപ്പോൾ തോണിയിൽ നിന്ന് ഇറങ്ങിട്ട് നമ്മൾ ഇതെന്താ അങ്ങോട്ട് ആ ഗ്യാപ്പിൽ കാലിട്ട് ഇതാണ് നമ്മളെ പങ്കായം. പെരുമഴ പെയ്തുകൊണ്ട് നിൽക്കണം ഇപ്പോഴും. വെള്ളത്തിൻ്റെ കളറൊക്കെ എങ്ങനെയുണ്ട്? ഇതെന്താ വെള്ളത്തിലിങ്ങനെ ചിത്രം വരച്ച പോലെ ഉണ്ടല്ലോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. ഞാൻ പുറത്ത് ഒടുക്കത്തെ മഴക്കാറ്, നല്ല പെരുമഴ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്.